Hi dear students, welcome to the മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ 7ാമത്തെ പാർട്ടാണ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓൺലൈൻ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൺലൈൻ മാർക്കറ്റിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് ഇ മാർക്കറ്റിംഗ്. ഇ മാർക്കറ്റിങ്ങിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫോമാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓൺലൈൻ മാർക്കറ്റിംഗ് സിംപ്ലി മീൻസ് മാർക്കറ്റിംഗ് ത്രൂ ഇൻ്റർനെറ്റ്. വളരെ ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ദി ഇൻ്റർനെറ്റ് ആൻഡ് റിലേറ്റഡ് ഡിജിറ്റൽ ടെക്നോളജീസ് ടു അച്ചീവ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സപ്പോർട്ട് ദ മോഡേൺ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ്. അപ്പോൾ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിജിറ്റൽ ടെക്നോളജീസും ഇൻ്റർനെറ്റും ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദീസ് ടെക്നോളജീസ് ഇൻക്ലൂഡ് ദ ഇൻ്റർനെറ്റ്, മീഡിയ ആൻഡ് അതർ ഡിജിറ്റൽ മീഡിയ സച്ച് ആസ് വയർലെസ് മൊബൈൽ മീഡിയ, കേബിൾ ആൻഡ് സാറ്റലൈറ്റ്. സാറ്റലൈറ്റ് സംവിധാനങ്ങൾ, കേബിൾ സംവിധാനങ്ങൾ, മൊബൈൽ മീഡിയാസ്, അതുപോലെ തന്നെ വയർലെസ് സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ഓർ വെബ് മാർക്കറ്റിംഗ്. ഇതിനെ തന്നെ ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് എന്നും അതുപോലെ തന്നെ വെബ് മാർക്കറ്റിംഗ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. Then advantages of online marketing. Online marketing in advantages. More information is provided to customers. Therefore, they have more choices. നമുക്കറിയാം ഒരുപാട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട A to Z ഇൻഫർമേഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആണ് അല്ലേ. അതിൻ്റെ പിന്നെ ഫീഡ്ബാക്കുകൾ നമുക്ക് അതിൽ നിന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ കമ്പനി പറയുന്ന അതിൻ്റെ ഫീച്ചേഴ്സും കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് പറയുന്ന അതിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ലാർജ് കസ്റ്റമർ ബേസ് ബിക്കോസ് മാർക്കറ്റിംഗ് ക്യാൻ ബി ഡൺ ഓൺ എ ഗ്ലോബൽ ബേസിസ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും, അല്ലെങ്കിൽ വലിയൊരു കസ്റ്റമേഴ്സിൻ്റെ ഒരു സാധ്യത അല്ലെങ്കിൽ വലിയൊരു മാർക്കറ്റിൻ്റെ സാധ്യത നമുക്ക് ഈ ഒരു ഓൺലൈൻ മാർക്കറ്റിങ്ങിലുണ്ട്. നമുക്കൊരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ആക്സസ് നമുക്ക് ഓൺലൈനിലൂടെ ലഭിക്കുകയാണ്. ലോകത്തുള്ള ഏതൊരാളിലേക്കും നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് കസ്റ്റമർ ക്യാൻ കമ്പയർ പ്രൈസസ്. കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റുകളെ കമ്പയർ ചെയ്യാനും പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ കമ്പയർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആർ ഷോർട്ടർ. ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ രീതിയിലാണ്. അതായത് ഒരുപാട് ചാനൽ മെമ്പേഴ്സ് ഇതിൻ്റെ ഇടയിൽ ഇൻ്റർമീഡിയറീസ് ആയിട്ട് വരുന്നില്ല. നമുക്കറിയാം ഓൺലൈനായിട്ടൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയും അതേപോലെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടറും അത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കസ്റ്റമറിലേക്കാണ് അത് എത്തുന്നത് അല്ലേ. അതായത് ഇൻ്റർമീഡിയറീസിൻ്റെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് പറയുന്നത്. അതുപോലെ തന്നെ ദർ ഈസ് എ ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ മാർക്കറ്റ് ആൻഡ് ദ കസ്റ്റമർ. മാർക്കറ്റും കസ്റ്റമറും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അവിടെ ചാനൽ മെമ്പേഴ്സിൻ്റെ എണ്ണം കുറവാണ് എന്നുള്ളതാണ്. സോ ഒരു ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ ഉള്ള ഒരു സാധ്യത നമുക്ക് ഈ ഒരു ഓൺലൈൻ മാർക്കറ്റിംഗിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ആർ ലോവർ. നമുക്കറിയാം ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. വെബ്സൈറ്റുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ കോസ്റ്റ് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ അഡ്വർടൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് വലിയൊരു ഗ്ലോബലായിട്ടൊരു ആക്സസ് കിട്ടുകയാണ്. അതായത് വലിയൊരു പോപ്പുലേഷനിലേക്ക് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ വളരെ കുറവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇതാണ് ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് പറയുന്നത്. ഇതിന് അതിൻ്റെ ലിമിറ്റേഷൻസും കൂടെ പറയുന്നുണ്ട്. ദർ ആർ സെർട്ടൈൻ പ്രൊഡക്ട്സ് വിച്ച് കാനോട്ട് ബി ഡിജിറ്റലൈസ്ഡ്, ദേ ലൈ ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ്. നമുക്കറിയാം ചില പ്രൊഡക്റ്റുകൾ ഇപ്പോഴും നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മീൻസ് നമുക്ക് ഇൻ്റർനെറ്റിൽ സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ അതിൻ്റെ മാർക്കറ്റിങ്ങിനോ നമുക്ക് സാധിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ചില പ്രൊഡക്റ്റുകൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻ്റർനെറ്റ് മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പിൽ നിന്ന് ഔട്ട്സൈഡിൽ നിൽക്കുന്നുണ്ട്. അതായത് നമുക്ക് ഒരിക്കലും ഇൻ്റർനെറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ അതിനുമായി പബ്ലിസിറ്റി കൊടുക്കാനോ ഒക്കെ നമുക്ക് സാധിക്കുന്നില്ല. ഇനി അത് ഓവർകം ചെയ്ത് വരുന്നുണ്ട്, ചെറിയൊരു ലിമിറ്റേഷൻ ആയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ് അല്ലേ. എന്നാലും ചില പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നത് പോലെ ഇൻ്റർനെറ്റിൽ അത് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അതായത് കസ്റ്റമേഴ്സ് അത് പർച്ചേസ് ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത്. ദെൻ ദർ ഈസ് നോട്ട് ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലിമിറ്റേഷൻ ആണ്. നമ്മൾ ഇന്ത്യക്കാരെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ കേരളക്കാരെ പോലുള്ള
പോലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് അവർ പർച്ചേസ് ചെയ്യുന്നത്. അത് ടച്ച് ചെയ്ത് അത് ഫീൽ ചെയ്ത് അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മാത്രമാണ് ആ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നത്. പക്ഷേ ഇൻ്റർനെറ്റിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റി അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ദ ഇൻഫർമേഷൻ ഷെയർഡ് ബൈ കസ്റ്റമേഴ്സ് ആർ ലൈക്ലി ടു ബി മിസ്യൂസ്ഡ്. കസ്റ്റമേഴ്സ് നൽകുന്ന ഇൻഫർമേഷൻസ് ഒരു പക്ഷേ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് മാർക്കറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെബ്സൈറ്റുകളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് ഇൻഫർമേഷൻസും മൊബൈൽ ഫോൺ നമ്പറും ഇമെയിലും ഒക്കെ നമ്മൾ അവിടെ നൽകുന്നുണ്ട്. അത് ഒരു പക്ഷേ കമ്പനീസ് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഡസ് നോട്ട് കവർ എ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഓഫ് പോപ്പുലേഷൻ. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഒരുപാട് പോപ്പുലേഷൻ ഇപ്പോഴും ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ എത്താത്ത അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ഫെസിലിറ്റീസും ടെക്നോളജിയുടെ ഫെസിലിറ്റീസും എത്താത്ത ഒരു പോപ്പുലേഷൻ ഇപ്പോഴും ഉണ്ട്, അല്ലെ, ഒരു പോർഷൻ ഇപ്പോഴും ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് ഒരിക്കലും നമ്മുടെ ആ ഒരു എൻറ്റയർ പോപ്പുലേഷൻ നമുക്ക് കവർ ചെയ്യാൻ ഇൻ്റർനെറ്റ് മാർക്കറ്റിങ്ങിലൂടെ സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് ടെക്നോളജിയിലേക്കുള്ള ആക്സസ് ഇല്ല, ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു ഗ്യാപ്പ് ഇവർ തമ്മിൽ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ സർവീസ് ബാക്കപ്പ് ഈസ് എ മേജർ പ്രോബ്ലം. അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് വലിയൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇവിടെ നേരിടുന്നത്. ഓൺലൈൻ മാർക്കറ്റിങ്ങിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഒരുപാട് ലിമിറ്റുകളുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അതായത് നമുക്ക് ഗ്ലോബൽ ആക്സസ് ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു പ്രൊഡക്റ്റ് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു ഓൺലൈനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അത് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം. അതായത് അവർക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാനോ ഒക്കെയുള്ള സർവീസ് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്, അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള സർവീസ് ബാക്കപ്പ് ഒരു പ്രോബ്ലമാണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളൊക്കെ റിട്ടേൺ ചെയ്യുന്നിടത്തും പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ബാക്കപ്പ് പ്രശ്നം വരാറുണ്ട്. ദെൻ പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് റിട്ടേൺഡ് പ്രോഡക്ട്സ്, പേയ്മെൻറ്റ് ആൻഡ് പെർഫോമൻസ് കംപ്ലയിൻസ്. നേരത്തെ പറഞ്ഞ ആ ഡിസഡ്വാൻറ്റേജിനെ തുടർന്ന് വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് അത് പ്രൊഡക്റ്റുകൾ റിട്ടേൺ ചെയ്യുന്നിടത്ത് പലപ്പോഴും പ്രശ്നങ്ങൾ വരാറുണ്ട്. പേയ്മെൻറ്റ് നടത്തുന്നിടത്ത്, അല്ലെ, ഓൺലൈനായിട്ടുള്ള പേയ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ ചില സ്റ്റക്കായി പോകുന്ന ചില സിറ്റുവേഷൻസ് വരാറുണ്ട്. അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിലും പ്രൊഡക്റ്റിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വന്നു കഴിഞ്ഞാലൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്. കാരണം നമ്മൾ ടച്ച് ചെയ്തോ അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടോ അല്ല പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നത്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ കിട്ടിക്കോളണം എന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ സം കസ്റ്റമേഴ്സ് ആർ നോട്ട് റെഡി ടു ഗീവ് ദെയർ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഫോർ ഓൺലൈൻ പർച്ചേസ്. അത് ചില കസ്റ്റമേഴ്സ് ഓൺലൈൻ പർച്ചേസിന് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒന്നും നൽകാൻ അവർ റെഡി അല്ല എന്നുള്ളതാണ്. സോ അവർക്കത് ആക്സസ് ചെയ്യാൻ കഴിയില്ല, അവർക്കത് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. അതും ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻഫർമേഷൻ ഷെയർഡ് ബൈ കസ്റ്റമേഴ്സ് ആർ ലൈക്ലി ടു ബി മിസ്യൂസ്ഡ്. ആ മിസ്യൂസിങ് ഉണ്ടാവുന്നത് കൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ കസ്റ്റമേഴ്സ് എല്ലാ സൈറ്റിലും ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇമെയിലോ ഫോൺ നമ്പറോ ഒക്കെ നൽകാൻ മടിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് പറഞ്ഞു, ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഇതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് വളരെ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് എന്നുള്ളത്. എന്താണ് ഈ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് ബീൻ നൗ എക്സ്പാൻഡഡ് ഇൻ ടു ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പണന്റ് ആണല്ലോ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. ദെൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് ബീൻ നൗ എക്സ്പാൻഡഡ് ഇൻ ടു ലോജിസ്റ്റിക് മാനേജ്മെന്റ്. ആ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, അല്ലെ, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക്, അതായത് പ്രൊഡ്യൂസറിൽ നിന്ന് കസ്റ്റമറിലേക്ക് ആ പ്രോഡക്റ്റ് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദെൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മിലിറ്ററി സയൻസ്. മിലിറ്ററി സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ആദ്യമായിട്ട് ഈ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടാണ്. അവരുടെ ടൂൾസും എക്യുപ്മെന്റ്സും ഒക്കെ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിരുന്ന ഒരു ടേം ആണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് വേർ ദേ ആർ റിക്വയർഡ് ആൻഡ് വെനെവർ ദേ ആർ ഡിസൈഡ്. എന്താണ് ഈ ലോജിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്.
പ്രൊഡക്റ്റുകളും സർവീസുകളും ലഭിക്കുക എന്നുള്ളതാണ്. ദെൻ വേർ ദേ ആർ റിക്വയർഡ്, എവിടെയാണോ പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ളത്, എപ്പോഴാണോ ആ പ്രൊഡക്റ്റുകൾ അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കസ്റ്റമർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത്, കസ്റ്റമർ ആഗ്രഹിക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റും സർവീസുകളും എത്തിക്കുക എന്നുള്ളൊരു പ്രോസസ്സിനെയാണ് നമ്മൾ ലോജിസ്റ്റിക് എന്ന് പറയുക. അത് തന്നെയാണല്ലോ ആക്ച്വലി ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമർ ആഗ്രഹിക്കുന്നിടത്ത് ആഗ്രഹിക്കുന്ന സമയത്ത് പ്രൊഡക്റ്റുകളെ എത്തിക്കുക എന്നുള്ളത് ഒരു പ്രോസസ്സിനെയാണ് ലോജിസ്റ്റിക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് അതിൻ്റെ ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. കൗൺസിൽ ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് നൽകുന്ന ഡെഫിനേഷനാണ് ആസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദി എഫിഷ്യന്റ്, കോസ്റ്റ് എഫക്റ്റീവ് ഫ്ലോ ആൻഡ് സ്റ്റോറേജ് ഓഫ് റോ മെറ്റീരിയൽ ഇൻ പ്രോസസ് ഇൻവെന്ററി, ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് റിലേറ്റഡ് ഇൻഫർമേഷൻ ഫ്രം പോയിന്റ് ഓഫ് ഒറിജിൻ ടു പോയിന്റ് ഓഫ് കൺസംഷൻ ഫോർ ദി പർപ്പസ് ഓഫ് കൺഫേമിംഗ് കസ്റ്റമർ റിക്വയർമെന്റ്സ്. അപ്പോൾ എന്താണ് ഈ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഡെഫിനേഷനിൽ പറയുന്നത്? കസ്റ്റമറുടെ റിക്വയർമെന്റ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കസ്റ്റമറുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റിനെ പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്ന്, എന്താണ് ഈ പോയിന്റ് ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ? അത് മാനുഫാക്ചറിങ് പോയിന്റ് ആണ്. അപ്പോൾ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് കൺസംഷൻ യൂണിറ്റിലേക്ക്, കൺസംഷൻ പോയിന്റിലേക്ക് ആ പ്രൊഡക്റ്റുകളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ പ്രോസസ്സുകളും, അതിൻ്റെ പ്ലാനിങ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ വരുന്നുണ്ട്, കൺട്രോളിങ് വരുന്നുണ്ട്, അല്ലെ? അപ്പോൾ ഒരു പ്രൊഡക്റ്റ് പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്ന് പോയിന്റ് ഓഫ് കൺസംഷനിലേക്ക് കസ്റ്റമറുടെ റിക്വയർമെന്റ് കൺഫേം ചെയ്യാനും, അതായത് കസ്റ്റമറുടെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ്, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്. അതേപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതേപോലെ തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റോ മെറ്റീരിയൽസിന്റെ സ്റ്റോറേജ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രോസസ്, അതായത് വർക്കിംഗ് പ്രോസസ് ഇൻവെന്ററി വരുന്നുണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സുകളുടെ ഇൻവെന്ററി വരുന്നുണ്ട്, ഇൻഫർമേഷൻസിന്റെ ഫ്ലോ വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രോസസ്സിനെയാണ് നമ്മൾ ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രൊഡക്റ്റിന്റെ റോ മെറ്റീരിയൽസ്, ആ പ്രൊഡക്റ്റിന്റെ വർക്ക് ഇൻ പ്രോഗ്രസ്, ആ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്ന് പോയിന്റ് ഓഫ് കൺസംഷനിലേക്ക് കസ്റ്റമറുടെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സിങ്ങിനെ, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിനെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവിടെ ലോജിസ്റ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ്. ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് പ്രധാനമായിട്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്: ഇൻബൗണ്ട് ലോജിസ്റ്റിക് ആൻഡ് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്. എന്താണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ? ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് അതർ ഇൻപുട്സ് ഫ്രം സപ്ലയർ ടു ദ പ്ലാന്റ്. സപ്ലയറിൽ നിന്നും പ്ലാന്റിലേക്കുള്ള ആ ഒരു മൂവ്മെന്റിനെയാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. സോ മെറ്റീരിയൽസിന്റെ ഫ്ലോ, അതായത് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്. ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് അതർ റിലേറ്റഡ് ഇൻഫർമേഷൻ ഫ്രം ദ ഫേം ടു ദ കസ്റ്റമർ, അല്ലെ? അത് പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്ന് പോയിന്റ് ഓഫ് കൺസംഷനിലേക്ക്, ഓക്കെ, കസ്റ്റമറിലേക്ക് പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസും എത്തിക്കുന്നതിനെയാണ് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാലും ഈ ഒരു ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക് തന്നെയാണ്. ഓക്കെ. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്കിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ടു ഹെൽപ്പ് മെയിൻറ്റെയിൻ inventory at lowest level so as to avoid unnecessary blocking of working capital inventory. ഏറ്റവും കുറഞ്ഞ ലെവലിൽ നമ്മുടെ ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. അതായത് നമ്മുടെ ഇൻവെന്ററി, നമ്മുടെ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? സോ ആസ് ടു അവോയ്ഡ് അൺനെസസറി ബ്ലോക്കിംഗ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെന്ററി. നമുക്കറിയാം നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെന്ററിയിൽ ബ്ലോക്ക് ചെയ്യപ്പെടാതിരിക്കാൻ, അതായത് ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെന്ററിയിൽ സ്റ്റോക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മിനിമം ലെവലിൽ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഇൻവെന്ററി മാനേജ്മെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമതായിട്ട് നമ്മൾ ഈ ഒരു ലോജിസ്റ്റിക് മാനേജ്മെന്റ് അല്ലെങ്കിൽ ലോജിസ്റ്റിക് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു റെഡ്യൂസ് ഫ്രൈറ്റ് ബൈ സെലക്ടിങ് ദി പ്രോപ്പർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, കൺസോൾട്ടേഷൻ ഓഫ് ഫ്രൈറ്റ്, റൂട്ട് പ്ലാനിങ്, ലോങ് ഡിസ്റ്റൻസ് ഷിപ്മെന്റ് എക്സെട്ര. ലോജിസ്റ്റിക്കിന്റെ ഒരു ഭാഗമാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. സോ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ മോഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫ്രൈറ്റ് റെഡ്യൂസ് ചെയ്യുക, നമ്മുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ കൺസോൾട്ടേഷൻ ഓഫ് ഫ്രൈറ്റ്, അതുപോലെ തന്നെ റൂട്ട് പ്ലാനിങ്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ്, എത്രമാത്രം ഡിസ്റ്റൻസ് ഉണ്ട് ഒരു പോയിന്റ് മുതൽ അടുത്ത പോയിന്റിലേക്ക്, എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസിലൂടെ എങ്ങനെ നമുക്കിത് ട്രാൻസ്പോർട്ട്
ചെയ്യാൻ സാധിക്കും. ഏത് ട്രാൻസ്പോർട്ടേഷൻ മോഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, റെയിലാണോ അല്ല നമ്മൾ റോഡ് മാർഗമാണോ അല്ല പിന്നെ എയർവേസ് ആണോ ഉപയോഗിക്കേണ്ടത്, ഏത് രീതിയാണ് ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യുന്നതിനും അതേപോലെ തന്നെ അതിൽ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ടു എൻഷുവർ ഡെലിവറി ഓഫ് മെറ്റീരിയൽസ് ഓർ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഓൺ ടൈം ബൈ പ്രോപ്പർ പ്ലാനിങ് ഓഫ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. പ്രോപ്പർ ആയിട്ടുള്ള മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രോപ്പർ ടൈമിൽ അവർ എപ്പോഴാണോ കസ്റ്റമേഴ്സ് ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യപ്പെടുന്നത് ആ ഒരു ടൈമിൽ റോ മെറ്റീരിയൽസും അതേപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സുകളെയും ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. സോ ഒരു പ്രോപ്പർ ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ പ്രോപ്പർ ഡെലിവറി ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. ദെൻ ടു റെഡ്യൂസ് ഡാമേജ് ഓഫ് ടു പ്രോഡക്ട്സ് ബൈ യൂസിങ് പ്രോപ്പർ ലോജിസ്റ്റിക്കൽ പാക്കേജിംഗ്, മെക്കനൈസ്ഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ്. സോ ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ ആക്ടിവിറ്റിയാണ് പാക്കേജിങ്ങും ലേബലിങ്ങും അതേപോലെ തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങും. സോ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടും അതേപോലെ തന്നെ പാക്കേജിങ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് ഡാമേജ് വരാത്ത രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഡാമേജ് വരുത്തിക്കൊണ്ട് ആ പ്രൊഡക്റ്റുകളെ എത്തിക്കുക എന്നുള്ളതാണ്. സോ ഒരു ഡാമേജിന് മാക്സിമം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ടു പ്രൊവൈഡ് സർവീസസ് ടു കസ്റ്റമേഴ്സ് ഇൻ ദ ഷോർട്ടസ്റ്റ് ടൈം ഫ്രെയിം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കസ്റ്റമേഴ്സിന് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻവെന്ററി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ പ്രൊഡക്റ്റുകൾ ഡെലിവറി ചെയ്യുക, ഓൺ ടൈമിൽ പ്രൊഡക്റ്റുകൾ ഡെലിവറി ചെയ്യുക, അതുപോലെ തന്നെ ഡാമേജുകൾ റെഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. സോ നമ്മൾ ലോജിസ്റ്റിക് എന്തെന്നുള്ളത് പറഞ്ഞു. ഇത് നെക്സ്റ്റ് പറയാൻ പോകുന്നത് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആണ്. ലോജിസ്റ്റിക്കിൽ പറഞ്ഞ അതേ രീതി തന്നെയാണ് അല്ലെങ്കിൽ അതൊരു മീനിങ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ ഒരു മാനേജിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് മാനേജിങ് ദി എഫിഷ്യന്റ് ഫ്ലോ ഓഫ് റോ മെറ്റീരിയൽസ്, വർക്കിംഗ് പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം പോയിന്റ് ഓഫ് ഒറിജിൻ ടു പോയിന്റ് ഓഫ് കൺസംഷൻ. പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്ന് പോയിന്റ് ഓഫ് കൺസംഷനിലേക്ക് വർക്കിംഗ് പ്രോഗ്രസ്, റോ മെറ്റീരിയൽസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം ഒരു എഫിഷ്യന്റ് ഫ്ലോ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്ന് പോയിന്റ് ഓഫ് കൺസംഷനിലേക്ക് റോ മെറ്റീരിയൽസും വർക്കിംഗ് പ്രോഗ്രസും ഫിനിഷ്ഡ് ഗുഡ്സും ഒക്കെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആ ഒരു മൂവ്മെന്റ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു മാനേജിങ് ആക്ടിവിറ്റിയാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ പറയുന്നു, ദി മാനേജ്മെന്റ് പ്രോസസ് വിച്ച് ഇന്റഗ്രേറ്റ് ദി മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, സർവീസസ്, ഇൻഫർമേഷൻ ആൻഡ് ക്യാപിറ്റൽ റൈറ്റ് ഫ്രം ദി സോഴ്സിംഗ് ഓഫ് റോ മെറ്റീരിയൽ ടിൽ ഇറ്റ് റീച്ചസ് ഇറ്റ്സ് എൻഡ് കൺസ്യൂമർ. സോ ഒരു മാനേജ്മെന്റ് പ്രോസസ്സാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇന്റഗ്രേറ്റ്സ്, അതെന്ത് ചെയ്യുന്നു, ഏകോപിപ്പിക്കുന്നു, നമ്മുടെ ഗുഡ്സിന്റെ മൂവ്മെന്റുകളെ ഏകോപിപ്പിക്കുന്നു, അതേപോലെ തന്നെ സർവീസുകളെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇൻഫർമേഷൻസിനെയും ക്യാപിറ്റലിനെയും എല്ലാം ഇവിടുന്ന് റൈറ്റ് ഫ്രം ദി സോഴ്സിംഗ് ഓഫ് റോ മെറ്റീരിയൽ മുതൽ ആ റോ മെറ്റീരിയൽ പ്രൊഡക്റ്റായി അത് കസ്റ്റമറിലേക്ക് എത്തുന്നത് വരെ എന്ത് ചെയ്യുന്നു, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന, അതിന്റെ മൂവ്മെന്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ എൻഷുർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജ്മെന്റ് പ്രോസസ്സാണ്. ഒരു പ്രൊഡക്റ്റ് അതിന്റെ റോ മെറ്റീരിയൽ മുതൽ അത് കസ്റ്റമറിലേക്ക് എത്തുന്നത് വരെയുള്ള മുഴുവൻ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ അതിന്റെ മൂവ്മെന്റുകളെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ എൻഷുർ ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് പ്രോസസ്സിനെയാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതിന്റെ ആക്ടിവിറ്റീസ്, എന്തെല്ലാം കാര്യങ്ങളാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് നെറ്റ്വർക്ക് ഡിസൈൻ ആണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഡിസൈനിങ് ആണ്. നെറ്റ്വർക്ക് ഡിസൈനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് നെറ്റ്വർക്ക് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ. അതായത് നെറ്റ്വർക്ക് ഡിസൈനിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്ന് പോയിന്റ് ഓഫ് കൺസംഷനിലേക്ക് എത്തേണ്ടതുണ്ട്. സോ ആ ഒരു റീച്ചിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ എഫിഷ്യന്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര മാനുഫാക്ചറിങ് പ്ലാന്റുകൾ വേണം, എത്ര വെയർ ഹൗസിംഗ് വേണം, അതുപോലെ തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ്, പാക്കേജിംഗ് എക്യുപ്മെന്റ്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എക്യുപ്മെന്റ്സ് എത്ര എണ്ണം വേണം, എവിടെയൊക്കെ വേണം, ആരാണ് ഇത് ചെയ്യേണ്ടത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ ഒരു നെറ്റ്വർക്കിലെ മുഴുവൻ മെമ്പേഴ്സിനെയും എൻഷുർ ചെയ്യുന്ന, ഡിസൈൻ ചെയ്യുന്ന, സെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ഒരു ആക്ടിവിറ്റിയാണ് നെറ്റ്വർക്ക് ഡിസൈനിങ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ് നെറ്റ്വർക്ക് ഡിസൈനിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓർഡർ പ്രോസസ്സിംഗ് ആണ്.
ഓർഡർ പ്രോസസ്സിംഗ് എന്നോട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സിൽ നിന്നും ഓർഡറുകൾ റിസീവ് ചെയ്യുക, അതേപോലെ തന്നെ ഓർഡറുകൾ ഹാൻഡിൽ ചെയ്യുക, അതുപോലെ തന്നെ അതിന്റെ ഫയലിംഗ് നടത്തുക, റെക്കോർഡിംഗ് ഓഫ് ഓർഡേഴ്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. കാരണം കസ്റ്റമേഴ്സിലേക്ക് ഈ പ്രോഡക്റ്റുകൾ എത്തണം എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൽ നിന്ന് ഓർഡറുകൾ ആദ്യം കളക്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഓർഡറുകൾ അക്യുറേറ്റ് ആയിട്ട്, റിലയബിൾ ആയിട്ട്, അതുപോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ പ്രോസസ്സിംഗ് നടപ്പിലാക്കുക എന്നുള്ളത് ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓർഡർ പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ട് ഓർഡർ കളക്ട് ചെയ്യലും, അതേപോലെ തന്നെ ഓർഡറുകളെ കൃത്യമായിട്ട് അത് ഫയൽ ചെയ്യുക, കൃത്യമായിട്ട് അത് റെക്കോർഡ് ചെയ്യുക, അതിന്റെ മറ്റു ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് എല്ലാം ഈ ഓർഡർ പ്രോസസ്സിംഗുമായി ബന്ധപ്പെട്ട് ലോജിസ്റ്റിക് മാനേജ്മെന്റ് നടത്തുന്ന ആക്ടിവിറ്റീസ് ആണ്. ദെൻ മൂന്നാമതായിട്ട് പറയുന്ന പ്രൊക്യൂർമെന്റ് ആണ്. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസിനെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. റോ മെറ്റീരിയൽസ് ഫ്രം ഔട്ട്സൈഡ് സപ്ലൈയേഴ്സ്. അത് റോ മെറ്റീരിയൽസിന് എന്ത് ചെയ്യുക, സപ്ലൈസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന അതും ആരാണ് ചെയ്യേണ്ടത്? ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആണ് ചെയ്യേണ്ടത്. ഇറ്റ് ഇൻക്ലൂഡ് സപ്ലൈ സോഴ്സിംഗ്, നെഗോഷിയേഷൻ, ഓർഡർ പ്ലേസ്മെന്റ്, അതുപോലെ തന്നെ ഇൻബൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ, റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് എക്സെട്ര തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഈ പ്രൊക്യൂർമെന്റിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കേണ്ടതുണ്ട്. ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു സപ്പോർട്ട് മാനുഫാക്ചറിംഗ് ബൈ പ്രൊവൈഡിംഗ് ടൈംലി സപ്ലൈസ് ഓഫ് ക്വാളിറ്റേറ്റീവ് മെറ്റീരിയൽസ് അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ്. ഏറ്റവും മിനിമം കോസ്റ്റിൽ ആ ഒരു പിന്നെ മാനുഫാക്ചറിങ്ങിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിനെ അതിന്റെ കറക്റ്റ് ടൈമിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ആക്ടിവിറ്റിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അതാണ് മൂന്നാമത്തെ ഒരു ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത്, പ്രൊക്യൂർമെന്റ് ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം ഔട്ട്സൈഡേഴ്സ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് സപ്ലൈയേഴ്സിൽ നിന്ന് റോ മെറ്റീരിയൽസിനെ കറക്റ്റ് ആയിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ദെൻ നാലാമതായിട്ട് പറയുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഹാൻഡ്ലിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്, parts, semi-finished goods, unfinished goods into and out of plant, warehouses and transportation terminals. So transportation terminalsലും അതേപോലെ തന്നെ വെയർഹൗസിംഗിലും അതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റിലും എല്ലാം നമ്മുടെ റോ മെറ്റീരിയൽസിനെയും അതേപോലെ തന്നെ നമ്മുടെ പാർട്സുകളെയും നമ്മുടെ ടൂൾസുകളെയും നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സുകളെയും സെമി ഫിനിഷ്ഡ് ഗുഡ്സുകളെയും എല്ലാം പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്നുള്ള ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ മുഴുവൻ ടൂൾസുകളെയും മെഷീൻസിനെയും എക്യുപ്മെന്റ്സുകളെയും പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ഒരു ആക്ടിവിറ്റിയാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ ബ്രേക്കേജ് റെഡ്യൂസ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ സ്പോയിലേജ്, നമ്മുടെ നഷ്ടങ്ങളെയൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ നമുക്ക് ഇതിലൂടെ സാധിക്കും. നമ്മുടെ ലോസുകൾ റെഡ്യൂസ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിലൂടെ നമുക്ക് സാധിക്കുമെന്നുള്ള വേസ്റ്റേജ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ദെൻ അഞ്ചാമത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. ദി ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ഇൻവെന്ററി മാനേജ്മെന്റ് ഇസ് ടു മിനിമൈസ് ദി എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ബ്ലോക്ക്ഡ് ഇൻ ഇൻവെന്ററീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻവെന്ററി കീപ്പിംഗ് ഈ ഒരു ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ ആക്ടിവിറ്റിയാണ്. അത് ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെന്ററിയിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് ആയി നിൽക്കാതിരിക്കാൻ. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റു ആക്ടിവിറ്റീസിന് നമുക്ക് ക്യാപിറ്റൽ ഉണ്ടാവില്ല, നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിനിമം ലെവലിൽ, എന്നാൽ നമുക്ക് ഒരിക്കലും നഷ്ടം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ മാനുഫാക്ചറിങ് ഒരിക്കലും നിന്ന് പോകാത്ത രീതിയിൽ ഒരു മിനിമം ലെവലിൽ, ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ലെവലിൽ നമ്മുടെ ഇൻവെന്ററി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇൻവെന്ററി മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. സോ അതും ഈ ലോജിസ്റ്റിക് മാനേജ്മെന്റിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. മാനേജ്മെന്റ് ഹാസ് ടു മെയിൻറ്റെയിൻ ഇൻവെന്ററീസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് പാർട്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെ. റോ മെറ്റീരിയൽസിന്റെ ഇൻവെന്ററി കീപ്പ് ചെയ്യേണ്ടതുണ്ട്, സെമി ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും ഒക്കെ ഇൻവെന്ററീസ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇൻവെന്ററി കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ മാനുഫാക്ചറിങ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ബ്ലോക്ക് ആയി പോവില്ല, സ്റ്റക്ക് ആയി പോവില്ല എന്നുള്ളതാണ് പറയുന്നത്. ദെൻ മറ്റൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് ആണ്. ലോജിസ്റ്റിക് മാനേജ്മെന്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഡാമേജുകളൊക്കെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഡാമേജ് റെഡ്യൂസ് ചെയ്യുന്നിടത്ത് പാക്കേജിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. സോ പാക്കേജിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റുകളെ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള പാക്കേജിംഗ് നടപ്പിലാക്കുക, പാക്കറ്റിലേക്ക് അത് മാറ്റിയെടുക്കുക എന്നുള്ളത്. സോ അത് ലോജിസ്റ്റിക് മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി ആയിട്ട് പറയുന്നുണ്ട്. അതിന് സൂട്ടബിൾ ആയിട്ടുള്ള പാക്കറ്റുകളും കണ്ടെയ്നേഴ്സും ഒക്കെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് പ്രൊഡക്റ്റുകൾ ഹാൻഡിൽ ചെയ്യാനും അതേപോലെ തന്നെ പ്രൊഡക്റ്റുകൾ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെ അതിനൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പാക്കേജിംഗ് ആണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തേണ്ടത്, പാക്കിംഗ് ആണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ ലേബലിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രൊഡക്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലേബലിംഗ് ഉപയോഗപ്പെടുത്തുന്നത്. ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ്, ഡേറ്റ് ഓഫ് പാക്കിംഗ്, എക്സ്പയറി ഡേറ്റ്, അതിന്റെ വെയിറ്റ്, അതിന്റെ സൈസ് അല്ലെ അതിന്റെ ഇൻഗ്രീഡിയൻസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആ പാക്കേജിന്റെ മുകളിൽ തന്നെ നമ്മൾ ഒരു സ്റ്റിക്കർ ആയിട്ട് നൽകുന്ന അല്ലെങ്കിൽ അതിന്റെ മുകളിൽ തന്നെ നമ്മളത് മെൻഷൻ ചെയ്യുന്ന ഒരു രീതിയാണ് ലേബലിംഗ് എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യാൻ നമുക്ക്
സേഫ് ആയിട്ട് ട്രാൻസ്പോർട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു പ്രൊമോഷൻ ടൂളായിട്ടൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ ആ പാക്ക് ഒഴിവാക്കുക, അല്ലെങ്കിൽ പാക്ക് പൊട്ടിക്കാതെ തന്നെ അവർക്ക് അത് അറിയാനുള്ള ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ ഈ ലാബലിങ്ങിലൂടെ നൽകുന്നത്. സോ അതൊക്കെ നമുക്ക് ആ ഒരു പാക്കേജിങ് ലാബലിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, വർക്കൗട്ട് ചെയ്യുന്നത്. ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആണ് വർക്കുകളെല്ലാം ചെയ്യുന്നത്. മറ്റൊന്ന് പറയുന്നത് വെയർ ഹൗസിംഗ് ആണ്. നമ്മൾ നേരത്തെ ഇൻവെന്ററി മാനേജ്മെന്റ് പറഞ്ഞു, അതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റിയാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റി വിച്ച് ക്രിയേറ്റ്സ് ടൈം യൂട്ടിലിറ്റി ബൈ സ്റ്റോറിംഗ് ഗുഡ്സ് ഫ്രം ദ ടൈം ഓഫ് പ്രൊഡക്ഷൻ ടിൽ ദ ടൈം ദീസ് ആർ നീഡഡ് ബൈ അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സ്. സോ എപ്പോഴാണോ കസ്റ്റമേഴ്സിന് ആവശ്യം വരുന്നത്, ആ ആവശ്യം വരുന്ന സമയത്ത് പ്രൊഡക്റ്റുകൾ ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സുകൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്, ഒരു ആക്ടിവിറ്റിയാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ടൈം യൂട്ടിലിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് ആ ഒരു ടൈം യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ വെയർ ഹൗസിംഗ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗപ്പെടുത്തുന്നത്. ഹിയർ ദ മാനേജ്മെന്റ് ഹാസ് ടു ഡിസൈഡ് അബൌട്ട് ദി നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് വെയർ ഹൗസ് നീഡഡ് ആൻഡ് ദ ലൊക്കേഷൻ ഓഫ് വെയർ ഹൗസസ്. അപ്പോൾ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എത്ര നമ്പർ വെയർ ഹൗസുകൾ നമുക്ക് ആവശ്യമാണ്, അതുപോലെ തന്നെ ഏതെല്ലാം ലൊക്കേഷനിലാണ് വെയർ ഹൗസുകൾ ആവശ്യമുള്ളത്, നമ്മുടെ ഇൻവെന്ററി കീപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു പ്ലേസ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫെസിലിറ്റി, അതിനെയാണ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള വെയർ ഹൗസിംഗ് സജ്ജീകരിക്കുക എന്നുള്ളതും ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ ഒരു ആക്ടിവിറ്റി ആയിട്ട് പറയുന്നുണ്ട്. ഇത് നെക്സ്റ്റ് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്തിനു വേണ്ടിയിട്ടാണ്, പ്ലേസ് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെ, ഒരു പ്രൊഡക്റ്റിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത്. സോ ട്രാൻസ്പോർട്ടേഷൻ ഈസ് നീഡഡ് ഫോർ മൂവ്മെന്റ് ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം സപ്ലൈ ടു ദ മാനുഫാക്ചറിംഗ് യൂണിറ്റ്. അതുപോലെ തന്നെ മൂവ്മെന്റ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് വിത്തിൻ ദ പ്ലാന്റ്. ഒരു പ്ലാന്റിനകത്ത് വർക്കിംഗ് പ്രോഗ്രസ്, അതായത് നമ്മുടെ സെമി ഫിനിഷ്ഡ് ഗുഡ്സുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ, ഒരു മെഷീനിൽ നിന്ന് മറ്റൊരു മെഷീനിലേക്ക് മൂവ് ചെയ്യാനും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒരുപക്ഷെ വേണ്ടിവരും. അതേപോലെ തന്നെ മൂവ്മെന്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, അല്ലെ, കസ്റ്റമേഴ്സിലേക്ക് ഫിനിഷ്ഡ് ഗുഡ്സുകൾ എത്തിക്കാൻ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്കറിയാം റെയിൽവേസ് ഉണ്ട്, റോഡ് വേസ് ഉണ്ട്, എയർവേസ് ഉണ്ട്, വാട്ടർ വേസ് ഉണ്ട്, പൈപ്പ് ലൈനുകൾ ഉണ്ട്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്താവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് ആക്ടിവിറ്റീസ് ആയിട്ട് പറയുന്നത്. സോ ഈ ആക്ടിവിറ്റീസ് എല്ലാം ഒരു ലോജിസ്റ്റിക് മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് നടപ്പിലാക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് അവരുടെ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ അവർക്ക് നടപ്പിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇത്രയാണ് ആ ഒരു ആക്ടിവിറ്റീസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓർ സിഗ്നിഫിക്കൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്. ലോജിസ്റ്റിക് മാനേജ്മെന്റ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. നമ്മൾ ലോജിസ്റ്റിക്കിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു, അതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, എക്സ്പ്ലനേഷൻ കൂടുതലായിട്ട് പറയുന്നില്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. സോ കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അല്ലെ, നമുക്കറിയാം കോസ്റ്റ്, എല്ലാ രീതിയിലുള്ള കോസ്റ്റുകളും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, വെയർ ഹൗസിംഗ് കോസ്റ്റ്, ഇൻവെന്ററി കോസ്റ്റ്, മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് അതിന്റെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷനിലും കോസ്റ്റുകൾ റിഡ്യൂസ് ചെയ്യുക, അതിലൂടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ പറയുന്നത് ടൈം യൂട്ടിലിറ്റിയും പ്ലേസ് യൂട്ടിലിറ്റിയും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടൈം യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെയർ ഹൗസിംഗ് ഉപയോഗിക്കുന്നത്. പ്ലേസ് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ദെൻ കോമ്പറ്റീറ്റീവ് എഡ്ജ്. കോമ്പറ്റീറ്റീവ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിസ്റ്റിക് പ്രൊവൈഡ്, മെയിൻറ്റെയിൻ ആൻഡ് ഷാർപ്പൺ ദി കോമ്പറ്റീറ്റീവ് എഡ്ജ് ഓഫ് ആൻ എന്റർപ്രൈസ് ബൈ ഇൻക്രീസിംഗ് സെയിൽസ് ത്രൂ പ്രൊവൈഡിംഗ് ബെറ്റർ കസ്റ്റമർ സർവീസ്. സോ ഒരു കോമ്പറ്റീഷൻ, വളരെ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി നേടിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലോജിസ്റ്റിക് മാനേജ്മെന്റിലൂടെ ട്രൈ ചെയ്യുന്നുണ്ട്. അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ റിലയബിൾ ആയിട്ടുള്ള ഡെലിവറി നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓർഡർ പ്രോസസ്സിംഗ് ഒക്കെ വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കുമ്പോൾ നമുക്ക് ആ എറേഴ്സ് ഒഴിവാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പാക്കേജിങ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് ഡാമേജ് വരാതെ നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ കമ്പനിയിൽ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പിറ്റൻസി അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഇതിൽ മറ്റൊന്ന് പറയുന്നത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്. കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ നമ്മുടെ സപ്ലൈസുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ സൗണ്ട് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. നേരത്തെ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെന്ററി കീപ്പ് ചെയ്യാൻ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ലോജിസ്റ്റിക് മാനേജ്മെന്റിലൂടെ കഴിയുന്നുണ്ട്.
അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. മാക്സിമം കസ്റ്റമേഴ്സിന് ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളും ബെറ്റർ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ മാക്സിമം കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈഡ് ആക്കാൻ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. സോ ഇത്രയാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ലോജിസ്റ്റിക് മാനേജ്മെന്റും സപ്ലൈ ചെയിൻ മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒന്നാമത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് മീനിങ്ങിലാണ്. ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി പ്രോസസ് ഓഫ് ഇന്റഗ്രേറ്റിംഗ് ദി മൂവ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഗുഡ്സ് ഇൻ ആൻഡ് ഔട്ട് ദ ഓർഗനൈസേഷൻ ഈസ് ലോജിസ്റ്റിക്. ഒരു ഓർഗനൈസേഷനിലേക്ക് വരുന്ന പ്രൊഡക്റ്റുകളുടെയും റോ മെറ്റീരിയൽസിന്റെയും ഒക്കെ മൂവ്മെന്റുകളെയും അതേപോലെ തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അല്ല, അതിലെ മുഴുവൻ ഫ്ലോ, അതായത് റോ മെറ്റീരിയൽസിന്റെയും ഇൻഫർമേഷൻസിന്റെയും ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും ഒക്കെ എല്ലാ ഫ്ലോകളെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ദി കോർഡിനേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ് ആർ നോൺ ആസ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക എന്നുള്ള ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കുക എന്നുള്ളതാണ്. ദെൻ ഇവല്യൂഷൻ, ദി കോൺസെപ്റ്റ് ഓഫ് ലോജിസ്റ്റിക് ഹാസ് ബീൻ ഇവോൾവ്ഡ് ഏർലിയർ. വളരെ മുമ്പേ തന്നെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം മിലിറ്ററി ഒരു സയൻസും കൂടിയാണ്, ഒരു മിലിറ്ററി കോൺസെപ്റ്റും കൂടിയാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോഡേൺ കോൺസെപ്റ്റ്, ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഓർഗനൈസേഷൻ ഇൻവോൾവ്ഡ്, ലോജിസ്റ്റിക് മാനേജ്മെന്റിൽ സിംഗിൾ ഓർഗനൈസേഷൻ ആയിരിക്കും അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നാൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ റിലേഷൻഷിപ്പ് വിത്ത് വൺ അനദർ, ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഈസ് എ പാർട്ട് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. സോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ ഒരു ഭാഗം മാത്രമാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഈസ് ദ ന്യൂ വേർഷൻ ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെന്റ്. ഈ ലോജിസ്റ്റിക് മാനേജ്മെന്റിന് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ഫോക്കസ്, ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഫോക്കസസ് ഓൺ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ്. ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ് ഓഫ് ഗുഡ്സ് തുടങ്ങിയതിലാണ് കൂടുതലായിട്ട് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. എന്നാൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഓൺ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആൻഡ് ഓർ കസ്റ്റമേഴ്സിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റുകളെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഡിഫറൻസസ് ആയിട്ട് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ ഡെലിവറി വാല്യൂ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.